ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ചിപ്പി. അപ്പം ഞാൻ ഇന്നൊരു നോ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. എൻ്റേതായ രീതിയിലുള്ള മേക്കപ്പ് ആട്ടോ. അത് വലിയ പ്രൊഫഷണൽ സംഭവങ്ങളൊന്നുമല്ല, എൻ്റേതായ ഒരു ചെറിയൊരു പൊടിക്കൈകൾ. മീൻസ് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് സ്നെയിൽ എസെൻസ്, അതിൻ്റെ ഒരു സെറം മോയ്സ്ചറൈസറാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് മേക്കപ്പ് ചെയ്തതിന് മുന്നേയും ഫേസ് നല്ലോണം പ്രെപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മളിപ്പം ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോഴും അത് കുറച്ച് എൻഹാൻസ് ആയിട്ട് കാണിക്കാൻ സഹായിക്കും. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് എനിക്ക് പിന്നെ അതിന് ശേഷം ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഫേസ് കുറച്ച് ബ്രൈറ്റനായിട്ടും കുറച്ചൊരു നമ്മൾ മേക്കപ്പ് ഇട്ട പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീന് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വേറെ ആവശ്യമില്ല, വേറെ മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെ ഞാൻ വന്നിട്ട് സൺസ്ക്രീൻ ഡോട്ടായിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ഒരു സ്ട്രോക്ക് ക്രീമാണ്. എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. ഒരു ഹൈലൈറ്റർ അങ്ങനത്തെ കൺസീലേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. സ്ട്രോക്ക് ക്രീം യൂസ് ചെയ്ത് നമുക്ക് ഫേസ് കുറച്ചൊരു ഗ്ലാസി എഫക്റ്റായിട്ട് തോന്നും, ഗ്ലാസി സ്കിൻ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോക്ക് ക്രീം ഇങ്ങനെ ചീക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ട്രോക്ക് ക്രീം പല കമ്പനീൻ്റെ ഉണ്ട് കേട്ടോ, പല ബ്രാൻഡ് ഉണ്ടാവും. ഫേസസ് കാനഡയുടെയൊക്കെ കിട്ടുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും ബ്ലഷ് യൂസ് ചെയ്യും. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ ബ്യൂട്ടീൻ്റെ ഒരു പിങ്ക് ടോണുള്ളൊരു ബ്ലഷാണ്. ബ്ലഷ് ഞാൻ കുറച്ചേ ആയിട്ടുള്ളൂ, കുറച്ചൊരു 6 മന്തൊക്കെ ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എൻ്റെ മേക്കപ്പ് ലുക്കിൽ ബ്ലഷ് എന്തായാലും നിർബന്ധമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കൂടി ബ്ലഷ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫേസിൽ കുറച്ചൊരു നല്ല എന്തോ ഇട്ട പോലെ, മീൻസ് എന്തോ ഇട്ട പോലെ എന്നല്ല, കുറച്ചൊരു ഫേസ് ഒരു ഡൾനെസ്സൊക്കെ മാറി കിട്ടും. ചീക്കൊക്കെ ഒരു പിങ്കിഷലായിട്ട് അതൊക്കെ. പിന്നെ ഞാൻ മസ്കാര വെച്ച് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഐബ്രോ പെൻസിൽ വെച്ചിട്ടും അല്ലെങ്കിൽ ഐബ്രോ പൗഡർ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇപ്പം പെട്ടെന്ന് ചെയ്യാനുള്ളതിൽ മസ്കാര വെച്ച് ജസ്റ്റ് ഒന്ന് ഐബ്രോയും ഐ ലാഷസും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഐലൈനറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഒരിക്കലും ഐലൈനർ ഇട്ടാൽ പെർഫെക്റ്റ് ആവാറില്ല. ഞാൻ ഇന്ന് മിറർ നോക്കിയിട്ടും അല്ല, ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് ഇടുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഓക്കെ ആയി. പെർഫെക്റ്റ് ആയില്ലെങ്കിലും കൊള്ളായില്ല, ഓക്കെ ആയി. അടുത്തതായിട്ട് നമുക്ക് ലിപ്സിലേക്ക് പോകാം. ലിപ്സ്റ്റിക്ക് ഏറ്റവും പ്രധാനമാണല്ലോ. ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം അത്ര അഡിക്ഷൻ ആയിപ്പോയി. ഞാനൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്.